SND യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള മൈക്രോ ഫൈനാൻസിൻ്റെ അന്വേഷണം, ആ കേസുകളിൽ അന്വേഷണം കുറേ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുകയാണ്. ആ അന്വേഷണം 3 ആഴ്ചയ്ക്കകം തീർക്കണമെന്ന് കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ഇന്നലെ വന്നു. ഹൈക്കോടതിയിലെ മാരാരിക്കുളത്തെ സ്വദേശി MS അനിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ഈ തീരുമാനം. കാരണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായി നിയമ പോരാട്ടങ്ങൾ നടക്കുകയാണ്. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 27 കേസുകളോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൈക്രോ ഫൈനാൻസ് ആൻഡ് തട്ടിപ്പ്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പെന്ന് പറയുന്നത് ഈ SNDP യോഗത്തിൻ്റെ കീഴിലുള്ള അവരുടെ പ്രവർത്തകർക്ക് 5% പലിശയ്ക്ക് ബിസിനസ് സംബന്ധമായി, കച്ചവട സംബന്ധമായി പലിശയ്ക്ക് പൈസ കൊടുക്കുകയാണ്. ആ പണം കേരളത്തിലെ KSP CDC ബാങ്കുകളും ചേർന്നാണ് ഈ പണം SNDP യോഗത്തിൽ കൂടെ മൈക്രോ ഫൈനാൻസായിട്ട് അതിൻ്റെ പ്രവർത്തകർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ കേരള സ്റ്റേറ്റ് സഹകരണ ബാങ്ക്, അതുപോലെ തന്നെ അതിൻ്റെ CDC ഇത് വിതരണം ചെയ്യുന്നവർ, അവരെല്ലാവരും കൂടി കോടിക്കണക്കിന് രൂപ മൈക്രോ ഫൈനാൻസിൻ്റെ പേരിൽ തട്ടിയെടുത്തെന്നുള്ളതാണ് ആരോപണം. എന്നാൽ ജില്ലകൾ തോറുമുള്ള ഇതിൻ്റെ പ്രവർത്തകർക്ക് പണം എത്തിയില്ല എന്നും പറയുന്നുണ്ട്. SNDP കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി KK മഹേഷിൻ്റെ ആ ജീവിതം ഒടുക്കിയതിനെ സംബന്ധിക്കുന്ന 32 പേജുള്ള ഒരു നോട്ട് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയും അവരുടെ പ്രസിഡന്റ് സോമനെതിരെയും എന്നിവർക്കെതിരെയും കൃത്യമായി അദ്ദേഹം ഈ തട്ടിപ്പിനെ പറ്റി എഴുതി വച്ചിട്ട് അദ്ദേഹത്തിനെ പ്രതി ചേർത്ത് കേസുകളും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞിട്ട് ആ ഒരു കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അധികമൊന്നും പുറത്തേക്കും വന്നില്ല. സംസ്ഥാന വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 27 കേസുകൾ ഓരോ ജില്ല തിരിച്ചുമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രോഗ്രസ് ഇല്ല. ഇത് വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കാറിൽ കയറിപ്പോയി എന്നൊക്കെ വന്നപ്പം അതേ സംബന്ധിച്ച് ധാരാളം വിമർശനം വന്നപ്പം, കാരണം മുഖ്യമന്ത്രി പറയാതെ വിജിലൻസിൻ്റെ പ്രോസിക്യൂഷൻ കൊടുക്കില്ല. കാരണം 27 കേസുകളും അവിടെ രജിസ്റ്റർ ചെയ്യും. ഇനി 100 കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഇതിൻ്റെ മൈക്രോ ഫൈനാൻസിൻ്റെ പണം മുഴുവൻ SNDP യോഗത്തിലെ ഭാരവാഹികൾ തട്ടിച്ചെടുത്തു എന്നാണ് ആരോപണം നിൽക്കുന്നത്. അതിന് ആ തട്ടിപ്പിന് ഒരു കാരണവശാലും കൂട്ടുനിൽക്കാത്ത ഒരാൾ, അയാൾ കണിച്ചുകുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ ജീവിതം വെടിയേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷാദേവി ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാരാരിക്കുളം സ്വദേശി MS അനിലിൻ്റെ പരാതി തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ. അദ്ദേഹം അന്വേഷണം വലിച്ചു നീട്ടുന്നത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് ഈ മാരാരിക്കുളം സ്വദേശിയുടെ ആരോപണം. അത് ശരിവെക്കുന്ന രീതിയിലാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ഇപ്പോഴത്തെ നിരീക്ഷണം. കാരണം ഇത് അനാവശ്യമായി വലിച്ചു നീട്ടുകയാണ്. ഇതിനകത്ത് അഴിമതി ഉണ്ടെന്ന് VS അച്യുതാനന്ദ കാലത്തിൽ അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അന്നാണ് കേസെടുത്തത്. പക്ഷേ വർഷങ്ങളായിട്ട് ഇത് വലിച്ചു നീട്ടുകയാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും അതിൻ്റെ കൃത്യമായ അന്വേഷണ പന്താവി കൂടെ പോകുന്നില്ല. കാരണം രാഷ്ട്രീയ സ്വാധീനം, SNDPയുടെ ആ വക്താക്കളുടെ സ്വാധീനം. അതുകൊണ്ട് പലരും കേസ് അന്വേഷിച്ചിട്ട് അത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ വയനാട് ജില്ലയിലെ അവിടുത്തെ അന്വേഷണം ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പല ജില്ലകളിലും ഇതുപോലെ സ്മോൾ മൈക്രോ ഫൈനാൻസ് പണം തട്ടിയെടുത്തിട്ട് അത് അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളുടെ തലയിൽ കൊണ്ട് വെച്ചു എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. 2020 ജൂൺ മാസത്തിലാണ് ഈ SNDP മഹേഷിൻ്റെ ജീവിതത്തോടുള്ള വിടപറച്ചിൽ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ആ മരണസമയത്ത് എഴുതി വെച്ച ആ നോട്ട്, അതിനകത്ത് മുഴുവൻ തട്ടിപ്പിൻ്റെയും വിവരങ്ങൾ പറയുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്.
എന്തായാലും പോലീസ് ഇത് സപ്രസ് ചെയ്തു, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല കാര്യമായിട്ട്. അത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് വലിച്ചു നീട്ടി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അതിനൊരു തീരുമാനം ഉണ്ടായി. അന്വേഷണം 3 ആഴ്ചക്കകം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനുള്ള ഓർഡർ ഇടും എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെ മാറ്റുന്ന കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും കാണിക്കില്ല. കാരണം പലരും ഇത് കേസ് ഫയൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാലതാമസം ധാരാളം വന്ന് വർഷക്കണക്കിന് വന്നിട്ടുണ്ട്. ഏകദേശം 6 വർഷത്തോളം ആ ഒരാൾ ജീവിതത്തോട് വിട പറഞ്ഞു പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഏകദേശം 6 വർഷമായി. 2020 ആണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. അതുകൊണ്ട് അടിയന്തരമായി ഈ വിജിലൻസ് ഡയറക്ടർ ഇക്കാര്യം തീർപ്പ് കൽപ്പിക്കാൻ ഡയറക്ഷൻ കൊടുക്കുന്നതാണ് ഉചിതം. കാരണം കോടതി പോയി നിൽക്കേണ്ടി വരും. വർഷക്കണക്കിനായിട്ട് ഒരാളുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഈ കേസുകളെല്ലാം അവതാളത്തിലാകുന്ന രീതിയാണ് ഇപ്പോൾ ഈ വിജിലൻസ് എടുത്ത കേസിനകത്ത് കാണുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അടിയന്തരമായിട്ട് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണം പൂർത്തിയാക്കിയില്ലെങ്കിൽ മാറ്റാനുള്ള ഡയറക്ഷൻ ഹൈക്കോടതിയിൽ നിന്ന് വരും. അങ്ങനെ ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്, ഹൈക്കോടതി നിർദ്ദേശ ഡയറക്ഷൻ വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി അവരുടെ പേരിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.